നമസ്കാരം. നമസ്കാരം. അമേരിക്ക ഇറാൻ കരാർ ഒരു പരിധിവരെ പ്രാബല്യത്തിൽ വന്നു എന്ന് നമുക്കറിയാം. ഔദ്യോഗികമായി ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഇരു കൂട്ടരും സമ്മതിച്ചു എന്നുള്ള കാര്യത്തിൽ വാർത്ത പുറത്തു വരുന്നു. UAE, ഖത്തർ, സൗദി അറേബ്യ അടക്കമുള്ള പല രാജ്യങ്ങളും അതിനെ അഭിനന്ദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു പരിധിവരെ പാകിസ്ഥാനും അതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും മധ്യസ്ഥ നയം ഒരു പരിധിവരെ സഹായിച്ചു എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അപ്പോഴും ആ വിഷയത്തിൽ ഇപ്പോഴും മൗനം കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ, അത് ഇസ്രായേലാണ്. ഈ നാളിതുവരെയായിട്ട് ഇസ്രായേൽ ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ലെബനൻ്റെ തലസ്ഥാനത്ത് ഇന്നും ഇസ്രായേൽ പോയി ആക്രമിച്ചിട്ടുണ്ട്. അപ്പം ഒരു പരിധി വരെ ഈ സാധനം നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ നിൽക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ തിരിച്ചടിക്കും. വീണ്ടും ഈ കരാറ് ഇല്ലാണ്ടാവുന്നൊരു സാഹചര്യത്തിലോട്ട് പോരും. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അതായത് ഒരു രാജ്യത്തിൻ്റെ പരമ അധികാരത്തിൽ കടന്നു കയറുക, ആ കടന്നു കയറി അതിൻ്റെ പരമോന്നത നേതാവിനെ അടക്കം കൊല്ലുക, അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും ടോപ്പുള്ള ആളുകളെ കൊല്ലുക, രാഷ്ട്രീയ നേതൃത്വത്തെ കൊല്ലുക, ഇതാണ് ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും കൂടി നടപ്പിലാക്കിയ പദ്ധതി. അവർ വിചാരിച്ചത് അവിടെ ഒരു ഭയങ്കര കലാപങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പരസ്പര ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭരണകൂടത്തെ പുതിയതായി പ്രത്യക്ഷപ്പെടുത്താൻ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ നിലപാട്. ഷിയാകൾ തമ്മിൽ അവിടെ സ്ത്രീകളൊക്കെ തന്നെ പരസ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിജാബിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളും ജീവിത രീതിയിൽ വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. അതേപോലെ ഡോളറിൻ്റെ മൂല്യമാറ്റം ഉള്ള കാര്യത്തിൽ വലിയ അവിടുത്തെ ഭയങ്കരമായിട്ട് സമരങ്ങൾ ഉണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ അവിടെ ഖമനയെ കൊല്ലുകയാണെങ്കിൽ അവിടെ വലിയ കലാപം ഉണ്ടാകും. അങ്ങനെ പുതിയ ഭരണകൂടം വരും. ആ ഭരണകൂടം വഴി അമേരിക്കയ്ക്ക് അവിടെ അമേരിക്കയുടെ പാവ ഗവൺമെൻറ്റിനെ നിയമിക്കാൻ പറ്റും. മുമ്പ് ഇറാഖിൽ എങ്ങനെയാണോ സദ്ദാം ഹുസൈനെ കൊന്നത്, അതേപോലെ അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്ന് പിന്നെ തങ്ങളുടെ കൺട്രോളിലേക്കും അവിടെ പിന്നെ അവിടുത്തെ എണ്ണ ഊറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അമേരിക്ക പ്ലാൻ ചെയ്ത പരിപാടി. എന്നാൽ അവർ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ നീങ്ങിയത്. ഇറാൻ ആദ്യഘട്ടത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇറാനുണ്ടായ തിരിച്ചടിക്ക് പിന്നീട് കണ്ടത് ഇറാൻ ഈറ്റപ്പുലിയെ പോലെ ചാടി വീഴുന്നതും ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതുമാണ്. ഇത് അമേരിക്ക ചിന്തിക്കാത്ത യുദ്ധതന്ത്രമായിരുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറും UAEയും അതേപോലെ സൗദി അറേബ്യയും കുവൈത്തുമെല്ലാം അതുപോലുള്ള രാജ്യങ്ങളെ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ ആ രാജ്യങ്ങൾക്ക് പറയേണ്ടി വന്നു യുദ്ധം നിർത്തണം, അമേരിക്ക ഇതിൽ നിന്ന് മാറണം എന്ന് പറയേണ്ടി വന്നു. മാത്രമല്ല ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുകയും ഇറാൻ പുതിയ തന്ത്രമുറ പ്രയോഗിക്കുകയും ചെയ്തതോടെ ലോകരാജ്യങ്ങളിൽ തന്നെ വലിയ വിലക്കയറ്റവും എണ്ണദാരിദ്ര്യവും ഗ്യാസിനെല്ലാം വലിയ പ്രശ്നവുമുണ്ടായി. ഇത് ലോകത്തിനെ തന്നെ വളരെ ഞെട്ടിക്കുകയും ലോകരാജ്യങ്ങളുടെ പരിപൂർണമായ പിന്തുണ അമേരിക്കയ്ക്ക് ഇല്ലാതാവുകയും ചെയ്തു. അമേരിക്ക കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിൽ കോപ്രായങ്ങൾ ആ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ വലിയ ശക്തമായ രൂപത്തിൽ എതിർക്കുകയും അവിടുത്തെ സെനറ്റിൽ തന്നെ ഈ നമ്മുടെ ട്രംപിന് വലിയ തിരിച്ചടിയും നേരിട്ടു. അപ്പോൾ അവിടെ ആ രാജ്യത്ത് യുദ്ധവിരുദ്ധ റാലികൾ വലിയ ശക്തമായ ട്രംപ് ഒരു ഭ്രാന്തനാണ് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം വളരെ ശക്തമാവുകയും ട്രംപിന് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിക്കിച്ച് പോകുന്നതായി കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇപ്പോൾ എന്തുണ്ടായിരിക്കുന്നത്. ട്രംപ് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും ആ ഭീഷണിയെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇറാൻ ഓരോ തവണയും തിരിച്ചടിച്ചുകൊണ്ടിരുന്നത്. എത്രമാത്രം അമേരിക്ക അടിക്കുന്നുണ്ടോ, എത്രമാത്രം ഇസ്രയേൽ അടിക്കുന്നുണ്ടോ അതിൻ്റെ 100 ഇരട്ടി ശക്തിയിൽ ഇറാനും അടിച്ചുകൊണ്ടിരുന്നു എന്നുള്ള സത്യം. ഇത് അവർ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ്. അവർ ചിന്തിച്ചത് 2 ആഴ്ച കൊണ്ട് ഇറാനെ കീഴടക്കുമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ 1 മാസമായി. ഇപ്പോൾ എത്ര മാസമായി? 4ാമത്തെ മാസത്തിലേക്ക് കടക്കുകയാണ്. 4ാം മാസത്തിൽ കടക്കുമ്പോൾ മുമ്പ് ഇറാൻ എത്രമാത്രം ശക്തമായി അതിൻ്റെ 100 ഇരട്ടി ശക്തിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈനയും റഷ്യയും അവർക്ക് അന്തർധാരയുണ്ട്, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആയുധങ്ങൾ, അമേരിക്കയുടെ ആയുധങ്ങൾ ഏതൊക്കെയാണ് അവർക്കെതിരെ പ്രയോഗിക്കുന്നതിൻ്റെ ആൻറ്റി ആയുധങ്ങൾ നിർമ്മിച്ച് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും അമേരിക്കയ്ക്കെതിരെ ഉപരോധം അമേരിക്ക എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെതിരേക്ക് അവരുടെ ക്യാമ്പുകളിൽ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി അവരെ 5ാം കപ്പൽപ്പടയെ അടക്കം ആക്രമിക്കുകയും ചെയ്തു. മാത്രമല്ല ഹോർമിസ് കടലിടുക്ക് മൊത്തമായി ബന്ധിച്ചതോടെ ലോകരാജ്യങ്ങളുടെ വളരെ ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് കിട്ടിയത്. ഈ സന്ദർഭത്തിലാണ് ട്രംപ് ഏത് വിധേനയെങ്കിലും ഇനി നിക്കക്കളിയില്ല എന്ന് തടി ഊരാൻ മതി എന്നുള്ള രൂപത്തിൽ വന്നത്. അപ്പോൾ അത് ഒരു ഘട്ടം വന്നപ്പോൾ അവരെന്ത് ചെയ്തു? വീണ്ടും ആക്രമിച്ച അതേ നാണയത്തിൽ തന്നെ ശക്തമായ തിരിച്ചടിയും ഉണ്ടായി. ഇപ്പോൾ ഹോർമിസ് കടലിടുക്ക് പൂർണ്ണമായി ബന്ധിച്ചതോടെ
പൂർണ്ണമായി അടച്ചിട്ടതോടെ അമേരിക്കയ്ക്ക് ഗത്യന്തരം മുട്ടിയിട്ടാണ് അവസാനം ഏത് വിധേനയെങ്കിലും ഒന്ന് പിന്നെ അത് ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇറാനിലെ പത്രം പോലും പറയുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് തോന്നിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് ഹോർമൂസ് പൂർണ്ണമായിട്ടും ബന്ധിച്ചു എന്നുള്ളതാണ്. കാരണം ലോകത്തിൽ ഈ പറഞ്ഞ പോലെ 1% എണ്ണകൾ മൊത്തം നിന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ മൊത്തം അമേരിക്കയ്ക്ക് മേൽ പഴിചാരുന്ന ഒരവസ്ഥയിലോട്ടെത്തി. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, സ്വന്തം സാർ നേരത്തെ പറഞ്ഞ പോലെ സെനറ്റിലും സിൻഡിക്കേറ്റിലും അടക്കമുള്ള ആൾക്കാർ, സ്വന്തം പാർട്ടി നേതാക്കന്മാർ അയാൾക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ വന്നു. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം, അടുത്ത നവംബറിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. നമ്മളിവിടെ പഞ്ചായത്ത് വാർഡ് എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ സെനറ്റിൻ്റെ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അത് വരുമ്പം അദ്ദേഹത്തിന് വലിയ തരത്തിൽ തിരിച്ചടിക്കുന്നത് കാരണം ഒട്ടുമിക്ക സർവേയിലും പറയുന്നത് അമേരിക്കയിൽ ഏകദേശം 59% ആൾക്കാർക്കും ഈ നിലവിലെ യുദ്ധത്തോട് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ വെച്ച് എല്ലാം കൂടി വെച്ച് നോക്കുമ്പം അമേരിക്ക പോയി പെട്ടൊരവസ്ഥയാണ്. അന്ന് നെതന്യാഹുവിനെ നമ്പി ട്രംപ് വരുന്നു, യുദ്ധം നടത്തുന്നു. എനിക്ക് തോന്നുന്നത് വെനസ്വേലയിൽ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് അവർ ചെയ്ത പോലെ ഒറ്റ രാത്രി കൊണ്ട് ആയത്തുള്ള ഖമേനിയെ ഇല്ലാണ്ടാക്കി ആ രാജ്യം പിടിച്ചെടുക്കാം എന്നുള്ള അതേ ചിന്താഗതിയായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ സാധനം മുഴുവനായിട്ട് ഇല്ലാണ്ടായത് ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാണ്. ഇറാൻ അവർക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതാണ്. കാരണം അവരുടെ നേതാവിന് അവിടുത്തെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേതാവിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ പവർ ആർമിക്കാണ്. ആർമിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൽ പിന്നെ ആരും ഇടപെടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിലവിൽ അവിടുത്തെ മസൂദ് പ്രശംസിക്കാൻ പറഞ്ഞിട്ട് പോലും IRGC ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചക്കും ഇല്ല. അവരിപ്പോഴും യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു പരിധിവരെ അവിടെ പിടിച്ചു നിർത്തുന്നത് അവരുടെ പ്രസിഡന്റാണ്, അതേപോലെ അവരുടെ സ്പീക്കറാണ്. പക്ഷേ അവരിപ്പോഴും IRGC പറഞ്ഞിട്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, അമേരിക്കയെ പൂർണ്ണമായും തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ ഒതുങ്ങുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ അവർ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പല നേതാക്കന്മാരും വെച്ചിട്ടാണ്. പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അമേരിക്ക ഈ കാര്യത്തിന് കൃത്യമായിട്ടൊരു പാഠം പഠിച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളെയും പോലെ പെട്ടെന്ന് ഇറാനെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അധികാരം മറിച്ചിടാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ എന്നുള്ളത് കൂടിയാണ്. അതിന് കാരണം ഷിയ എന്ന് പറയുന്ന ആത്മീയ ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ഇറാൻ ഉള്ളത്. യുദ്ധം നടന്നതോടുകൂടിയിട്ട് എന്തായി, ജനങ്ങൾ ഒറ്റക്കെട്ടായി, രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി അവർ ആത്മീയതയുടെ പേരിലും അല്ലാതെയും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് അവിടുത്തെ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കണക്കൂട്ടലിൽ വന്ന അബദ്ധം. ആ രാജ്യം ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവർ പൂർണ്ണ ശക്തിയോട് കൂടിയിട്ടാണ് നേരിടുന്നത്. അപ്പം ഇതിനകത്ത് ഇസ്രയേൽ ലബനാനെ ആക്രമിക്കുന്നതും ആണ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള അവർ പറയുന്നൊരു കാര്യം. അതിൽ പോലും അവർ ശക്തമായ എടുത്തു. തങ്ങളുടെ കൂടെ നിൽക്കുന്ന ലബനാനെതിരെ ഇസ്രയേൽ ബെയ്റൂട്ടിൽ വലിയ തോതിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തും, അതാദ്യം നിർത്തണം. അതിൽ ട്രംപിന് ഇടപെടേണ്ടി വന്നു, ഇസ്രയേലിന് വാണിംഗ് കൊടുക്കേണ്ടി വന്നു. ഇപ്പം മൊത്തത്തിൽ ട്രംപ് നാറിയിരിക്കുകയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ സ്വന്തം നാട്ടിൽ നാറിയിരിക്കുകയാണ് ട്രംപിനെ ഇന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ ഒരു പത്രം വിശേഷിപ്പിച്ചത് ചതിയനാണ് എന്നുള്ളൊരു കാര്യമാണ് ട്രംപിനെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിലെ മാധ്യമങ്ങൾ. കാരണം യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ കാലുവാരി യുദ്ധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു പോയി എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം അമേരിക്കയിൽ ട്രംപിന് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം ലോകത്തിൽ സമാധാനം കൊണ്ടുവരിക, അങ്ങനെ പല രാജ്യങ്ങളും നമ്മൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക, എന്നിട്ട് അവിടെയൊക്കെ അയാൾക്ക് നോബൽ സമ്മാനം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ഒരു അംബീഷൻ. പക്ഷെ ആ അംബീഷനെല്ലാം ഇപ്പം കെട്ടുവെള്ളത്തിൽപ്പെട്ട പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എവിടെയും പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ള രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം ചെയ്ത തലതിരിഞ്ഞ നടപടികളെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. സ്വന്തം നാട്ടിലെ ജനങ്ങൾ മാത്രമല്ല, ലോക ജനതയും ലോകരാജ്യങ്ങളും ഒരു ഭ്രാന്തനായിട്ടാണ് ട്രംപിനെ ശരിക്കും ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് ജനങ്ങളെല്ലാം ഇങ്ങനത്തെ ഒരു ഭ്രാന്തനെയാണല്ലോ ഞങ്ങളിപ്പം പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത് എന്ന് കരയുകയാണ്. സത്യത്തിൽ ആ നാടിന് തന്നെ, അമേരിക്കയ്ക്ക് തന്നെ നാണക്കേടുണ്ടാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ച് അവരെ കണക്കൂട്ടൽ തെറ്റിയത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അവർ കണക്കൂട്ടി തെറ്റിപ്പോയി. അവരെ ആയുധ ശേഖരത്തെക്കുറിച്ചിട്ടും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയെക്കുറിച്ചിട്ടും അതോടൊപ്പം തന്നെ അവിടെ തമ്മിലടിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. തമ്മിലടിച്ചില്ല മാത്രമല്ല, അവരെ ഒറ്റക്കെട്ടായി ഇതോട് കൂടിയിട്ട്. അതുവരെ അവിടെ ഭയങ്കര സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇറാനിൽ. എല്ലാവരും വിചാരിച്ച് ഇറാൻ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ അതിൽ നിന്ന് ഇറാനെ രക്ഷപ്പെടുത്തിയത് അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടെങ്കിലും, അവരുടെ പരമോന്നത നേതാവ് ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടെങ്കിലും, പല പ്രമുഖരായ ആൾ കൊല്ലപ്പെട്ടെങ്കിലും, അതിനെക്കാട്ടും ശക്തമായ രൂപത്തിൽ യുദ്ധതന്ത്രവുമായിട്ടാണ് അവിടെയുള്ള ഇപ്പോഴുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കൊരു പാഠമാണ്
2 ആഴ്ച കൊണ്ട് തീരുമെന്ന് പറഞ്ഞ സമരം അല്ല യുദ്ധം ഇപ്പോൾ 4ാമത്തെ മാസത്തിലേക്ക് കടക്കുമ്പോൾ അവർ ഇപ്പോഴും അതേപോലെ ശക്തിയായി നേരിടുന്നു. അമേരിക്ക കിതയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. അവർക്ക് തിരിച്ചടികൾ മാത്രമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഇസ്രയേലൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ അയോൺ ഡ്രോം എല്ലാം തകർത്തുകൊണ്ട് പല സിറ്റികൾ ടെലവിവിയിലായിക്കോട്ടെ അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും ഒക്കെ തന്നെ ആക്രമണങ്ങൾ നടന്നു എന്നുള്ളതും അവിടെ ആളപായവും അതേപോലെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതും ഇസ്രയേലും വലിയ തിരിച്ചടികൾ ഉണ്ടായിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എല്ലാ കാലത്തും യുദ്ധം ചെയ്യുക എന്നുള്ള ഇസ്രയേലിൻ്റെ തന്ത്രങ്ങൾ തീർച്ചയായും അവർക്ക് പഴയ പോലെ എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം ഒരു രാജ്യത്തെ കീഴടക്കി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരേതറ്റം പോയിട്ട് അതിനെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനങ്ങൾ കണ്ടെത്തും. സ്വാഭാവികമാണ്. സാഹചര്യമാണ് എല്ലാ സ്ഥലത്തിലും രാജ്യത്തെ വളർത്താൻ സഹായിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇത്രയധികം ഒരു സൈനിക ശക്തിയുള്ള രാജ്യമായി വളർത്തിയതിന് കാരണം അമേരിക്ക തന്നെയാണ്, ഇസ്രയേലാണ്. കാരണം അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും. അതിന് ഇപ്പോഴേ പ്രിപ്പയറായി നിൽക്കണം എന്നുള്ളൊരു സാധനം ഇറാൻ ഉണ്ടായിരുന്നു. അല്ല, ആവശ്യമുള്ളപ്പോഴാണല്ലോ പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ അവർ കണ്ടെത്തി. ചൈനയുടെയും അതേപോലെ റഷ്യയുടെയും പരിപൂർണ സഹായം അവർക്ക് കൃത്യമായിട്ടുണ്ട്. ആ പരിപൂർണ സഹായമുള്ള റഷ്യയുടെയും ചൈനയുടെയും പിൻബലമുള്ള കാലത്തോളം അവർക്ക് പേടിക്കേണ്ടതില്ല. പുതിയ ടെക്നോളജി ഇപ്പം ഗൂഗിൾ വഴിയാണ് എല്ലാ കാര്യങ്ങളും ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നത്. പക്ഷേ അവർ കണ്ടെത്തുന്നത് ചൈനയുടെ സംവിധാനങ്ങൾ പ്രകാരമാണ്. അപ്പം ഇറാനെ തോൽപ്പിക്കാൻ ഇനി പ്രയാസമാണ് എന്ന് കൃത്യമായി അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. അതേപോലെ ഇസ്രയേൽ മനസ്സിലാക്കിയിരിക്കുന്നു. അത് ലോകത്തിലൊരു പുതിയ ഉണർവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഏതെങ്കിലും ഒരു രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്താൽ വൻ ശക്തികൾക്കൊന്നും ഒറ്റയടിക്കാണ്ട് കീഴടക്കി പോകാമെന്ന് പറയുന്നത് മൗഢ്യമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയ്ക്കുണ്ടായിട്ടുള്ള തിരിച്ചടി, ഇസ്രായേലിനുണ്ടായിട്ടുള്ള തിരിച്ചടിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തിരിച്ചടിയാണ്. കാരണം ഇങ്ങനെയുള്ള ചില ശക്തികൾ അവർക്ക് ചില ഭ്രാന്തൻ നേതാക്കന്മാർ അധികാരത്തിലെത്തുമ്പോൾ അവർക്ക് സ്വയം രോഗം കീഴടക്കാനുള്ള ഒരു അത്യാഗ്രഹം വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക പോലീസ് കളിച്ച് ഇങ്ങനെ ഈ ആക്രമണം നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ കണക്കൂട്ടിയ 2 ആഴ്ച ഇപ്പോൾ പോയിട്ട് അതിൻ്റെ 4 ഇരട്ടി സമയം കഴിഞ്ഞിട്ടും ഇപ്പം എന്തായി? 4 അല്ല 8 ഇരട്ടി സമയം കഴിഞ്ഞിട്ടും ഒന്നും ആയിട്ടില്ല. ഇറാനെ തൊടാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇടയ്ക്ക് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെ മറികടക്കുന്ന ശക്തി എവിടെ നിന്ന് കിട്ടി ഇറാന്? അത് പഠിക്കേണ്ട ഒരു പാഠമാണ്. ലോക ചരിത്രത്തിൽ ഈ യുദ്ധം പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത് വൻ ശക്തികൾക്കൊന്നും തന്നെ അവർക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് മറ്റു രാജ്യങ്ങളെ കീഴടക്കി കളയാമെന്ന് പറയുന്നത് ഇനി നടക്കില്ല എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പം അത് തീർച്ചയായും ഈ യുദ്ധത്തിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ സഹായമൊന്നും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് റഷ്യ ഉക്രൈൻ സമര യുദ്ധത്തിൽ അമേരിക്ക വേണ്ടത്ര ഉക്രൈനെ സഹായിച്ചിട്ടില്ല. യൂറോപ്യൻ രാജ്യങ്ങളാണ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉക്രൈനെ സഹായിച്ചത്. അതുകൊണ്ടാണ് റഷ്യക്ക് അവിടെ ഒരു പരിധിവരെ തോൽവി ഉണ്ടായത്. അവരെ ക്രെംലിനിലടക്കം ആക്രമണം ഉണ്ടാകുന്നു, വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവർക്ക് എന്താ നേട്ടം ഉണ്ടായത്? അവർക്ക് കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചടക്കി എന്നുള്ളത് സത്യമാണ്. ഉക്രൈനിൽ ചില സ്ഥലങ്ങൾ അവർ കൈയടക്കി. പക്ഷെ അതുകൊണ്ട് മാത്രം ഉക്രൈനിൽ തൊടാൻ പറ്റിയോ? ഇല്ല. ആ രാജ്യം ശരിക്കും പോരാടി. എൻ്റെ ഒരു പ്രസിഡന്റിന് ഇതിപ്പോഴും നല്ല ഉഷാറായിട്ടല്ലേ, നല്ല ഊർജ്ജസ്വലതയോട് കൂടിയിട്ടല്ലേ ഉക്രൈൻ പ്രസിഡന്റ് ഇപ്പോഴും നിൽക്കുന്നത്. വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് സെലൻസ്കി നിൽക്കുന്നത്. അപ്പം സെലൻസ്കിയെ തൊടാൻ പറ്റുമോ? ഇവിടെ ഗമനിയെ കൊല്ലാൻ പറ്റിയോ? അവിടെ അദ്ദേഹത്തെ തൊടാൻ പറ്റുമോ? അപ്പം അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ ധാർഷ്ട്യം കൊണ്ട് പിന്നെ സൈനിക ശക്തി കൊണ്ട് ഒരു വൻ ശക്തിയുള്ള രാജ്യം മറ്റുള്ളവരെ കീഴടക്കാമെന്നൊക്കെ പറയുന്നൊരു കാലഘട്ടം മാറിയിരിക്കുകയാണ്. കാരണം ഏറ്റവും പുതിയ ടെക്നോളജി എല്ലാ രാജ്യങ്ങൾക്കും സ്വായത്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ യുദ്ധം പരിഹാരമല്ല, സമന്വയമാണ് പരിഹാരം എന്ന് തെളിയിക്കുന്നതാണ് ഈ യുദ്ധം കൊണ്ട് മനസ്സിലാവുന്നത്. ഇത് അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപിന്, നെതന്യാഹുവിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് യാതൊരു സംശയമില്ല.